സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഇലക്ഷനോടനുബന്ധിച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം അല്ലേ? ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ഒരു ട്രാൻസ് വുമണിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രാൻസ് വുമൺ രംഗത്തേക്ക് വന്നു, പിന്നെ ഒരു പെൺകുട്ടി രംഗത്തേക്ക് വന്നു. ഇതിന്റെ ഓഡിയോ എല്ലാം AI ഉപയോഗിച്ചുകൊണ്ട് തന്നെയും ആളുടെ ഐഡന്റിറ്റി പോലും അറിയാത്ത വിധത്തിലേക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണെന്ന് പറയാനായിട്ട് ചില ആളുകൾ കളിച്ച കളി. ചില ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലുള്ള തലമൂത്തപ്പന്മാരും BJPയും അതേപോലെ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഒരേപോലെ കളിക്കുന്ന ഒരു കളി. വലതുപക്ഷം എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ തലമൂത്തപ്പന്മാരെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ തലമൂത്തപ്പന്മാരിൽ VD സതീശൻ അതേപോലെയുള്ള പല ആളുകളുടെയും ഈ ഒരു പ്രസ്താവന, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ രാഹുലിനെ ഞങ്ങൾ ഇവിടെ ഈ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ അകറ്റി നിർത്തി, രാഹുലിനെ പോലെ ഒരു പെണ്ണുപിടിനെ ഞങ്ങളുടെ പാർട്ടിയിൽ വേണ്ട, പിന്നെ പാർട്ടിക്കകത്ത് തന്നെ കുറെ പെൺകുട്ടികളെ കൊണ്ട് തന്നെയും ഈ വലതുപക്ഷം ഈ പറയുന്ന രീതിയിലേക്കുള്ള കളികൾ കളിച്ചു. ഏത് കളിയാണ്? അതായത് രാഹുൽ തന്നെ ഒരു പീഡന വീരൻ ഞങ്ങളുടെ പാർട്ടിയിൽ വേണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ്? മറ്റുള്ള ആളുകൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യും. എന്ത് കാര്യങ്ങളാണ്? അതായത് ഒരു പെണ്ണ് വിഷയം വന്നപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് കോൺഗ്രസ് ചെയ്തത്? അങ്ങനെയാണോ ഇത്? മറ്റുള്ള പാർട്ടിയിലുള്ളവരായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്തേനെ ഈ ഒരു സ്ഥാനത്ത്? കോൺഗ്രസ് ചെയ്തത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യമാണ്, ഈ ഒരു പാർട്ടി ചെയ്യുന്നതാണ് നല്ല നിലപാടെന്ന് വരുത്തി തീർക്കാനായിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ പൈസ കൊടുത്ത് പറയിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി. ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്ത് നിരപരാധിത്വമുണ്ട്. എന്നിരുന്നാൽ തന്നെയും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ആ പെണ്ണും അതിനോടൊപ്പം തന്നെ തെറ്റുകാരിയാണെന്ന് നമ്മൾ പറയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം വേടന്റെ വിഷയത്തിൽ നമുക്കറിയാം, വേടനെതിരെ പരാതിയുമായിട്ട് പോയ ആളുകളുടെ എണ്ണം, അല്ലെങ്കിൽ ആ പരാതിയുമായിട്ട് പോയ ആളുകൾ വേടനൊപ്പം 3-4 തവണ റെഡ് ഫ്ലാഗ് വരുന്നുണ്ടായിരുന്നു, രക്തം വരുന്ന ബന്ധമായിരുന്നു, അങ്ങനെയൊക്കെ ഒരു 6-7 തവണയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഇതിന് ഒരു മറുപടിയുമായിട്ട് തന്നെ നമ്മുടെ പ്രിയങ്ക എന്ന് പറയുന്ന സിനിമാ നടി, പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പെൺകുട്ടിയെ എത്ര തവണ പീഡിപ്പിക്കാൻ സാധിക്കും? ഒരു തവണ അല്ലേ? പിന്നീട് അതിൽ കൂടുതൽ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പീഡനമല്ല, അത് അവരുടെ സമ്മതത്തോടു കൂടിയുള്ള ഒരു സെക്സ് ആണ്, അല്ലെങ്കിൽ ശാരീരിക ബന്ധമാണെന്നാണ് പ്രിയങ്ക പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ പ്രിയങ്കയുടെ മെക്കെട്ട് കയറാനും, പ്രിയങ്ക വലിച്ചു കീറാനും, പ്രിയങ്ക ഇങ്ങനെ വൃത്തികെട്ട് നടക്കുന്ന ഒരു പെണ്ണാണെന്ന് പറയാനും ഒക്കെ സംഘികളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ കളിച്ച കളികളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ ഞാൻ വേടനെ എന്തുകൊണ്ട് എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും ഒരു വിക്ടിമാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ഇരയാക്കപ്പെട്ട ആളുകളാണ്. എന്തിന്റെ പേരിലാണ്? പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ. അതായത് പരസ്പരം സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും അതെല്ലാം സ്നേഹമാണ്. എന്നാൽ ചെറിയൊരു സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കം വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ചെയ്തിരുന്നതെല്ലാം അത് സെക്ഷലി, അതായത് ഇവരെ പീഡിപ്പിക്കുകയായിരുന്നുള്ള രീതിയിലേക്ക് മാറ്റുന്ന സ്ത്രീകളുടെ ചിന്താഗതി. എല്ലാ സ്ത്രീകളെ ഞാൻ പറയില്ല, ഇങ്ങനെ എന്തോ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുരുഷന്മാരെ സ്നേഹിക്കുന്ന, അവരുടെ പണം മോഹിച്ചോ, അവരുടെ പദവി മോഹിച്ചോ, അധികാരം മോഹിച്ചോ ഒക്കെ സ്നേഹിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ, അതായത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് വേണം, ആ ചാൻസിന് വേണ്ടിയിട്ടും പയ്യന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീകളെയൊക്കെയാണ് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ സ്ത്രീകളെ ഞാനിങ്ങനെ പറയുന്നില്ല എന്ന്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പുതിയ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്, പഴയ ഓഡിയോ ക്ലിപ്പിൽ എന്താണ് പറഞ്ഞത് നമുക്ക് ആദ്യം നോക്കാം. പഴയതിൽ പറഞ്ഞത്, രാഹുൽ ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു, ഗുളിക കഴിക്കണം, ഈ ഗർഭചിത്ര ഗുളിക കഴിക്കണം, അതായത് അബോർഷന്റെ ഗുളിക കഴിക്കണം, ആ ഗുളിക കഴിച്ചിട്ട് ആ കുഞ്ഞിനെ നമുക്ക് വേണ്ട, ആ കുഞ്ഞിനെ ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തിയേ പറ്റുള്ളൂ, എനിക്ക് ആ കുഞ്ഞ് വേണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഓഡിയോയാണ് നമ്മൾ കേട്ടത്. എന്നാൽ അതിൻ്റെയൊക്കെ തലയും വാലും, തലയില്ല വാല് മാത്രമേ ഉള്ളൂ. എവിടെയാണ് അതിൻ്റെ തല? ഇതുവരെയും പുറത്തു വന്നില്ല. അപ്പൊ ഇലക്ഷൻ വരുന്ന സമയത്ത് ഓരോ വികസനങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒരു പാർട്ടിയെ താറടിക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടിയിലുള്ള ആളുകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ, അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ, ചില അലിഗേഷനുമായിട്ട് ഇവരെത്തുന്നു. നമുക്കറിയാം, ഇവരെല്ലാവരും ഭരിക്കുന്ന സമയത്ത് എല്ലാം നല്ല പ്രവർത്തികളൊന്നും അല്ല ചെയ്യുന്നത്. LDF ആയാലും BJP ആയാലും UDF ആണെങ്കിലും ഏതൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന കൊള്ളരുതായ്മകൾ പരസ്പര ധാരണയോടുകൂടി തന്നെയാണ്. ഈ സ്വർണ്ണം മുക്കൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പരസ്പര ധാരണയോടുകൂടി ചെയ്യുന്നതാണ്. എന്നാൽ ഒരു വിഷയം വരുമ്പോൾ, അല്ലെ ഇലക്ഷൻ വരുമ്പോൾ, ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ തെളിവായിട്ട് ഈ കാര്യങ്ങൾ എടുത്ത് പുറത്തേക്കിടും. അപ്പോൾ ആ മറുവശത്തിരിക്കുന്ന പാർട്ടി എന്താ ചെയ്യുന്നത്? അവരും മറ്റുള്ള ഇവരെ കുറ്റം പറഞ്ഞ ആളുകളുടെ കാര്യങ്ങൾ എടുത്ത് പുറത്തേക്കിടും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ ചെയ്യുന്ന കള്ളത്തരങ്ങൾ ഇലക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾ വരുമ്പോഴോ അതെടുത്തുകൊണ്ട് പുറത്തേക്ക് കളിക്കുന്ന കളിയാണ് ഈ കാണുന്നത്. ഈ ഒരു വിഷയം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത്, അല്ലേ? അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം VD സതീശൻ അടക്കമുള്ള അവരുടെ കൂട്ടത്തിലുള്ള തലമൂത്തപ്പന്മാരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ്, ഞങ്ങൾ അവനെ ഒഴിവാക്കിയിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ തന്നെയാണ് ഒഴിവാക്കിയത്, ഇനി അവൻ ഈ പാർട്ടിയിൽ വേണ്ട, സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രഹസനമായിരുന്നു. സുധാകരൻ, അവരുടെ ഏറ്റവും തലമൂത്തപ്പനായിട്ടുള്ള നല്ലൊരു കോൺഗ്രസ് നേതാവെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഈ സുധാകരൻ എന്ന് പറയുന്ന ആണത്തമുള്ള ഒറ്റ തന്തയ്ക്ക് പറഞ്ഞൊരു മനുഷ്യൻ, ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. അതിൽ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ
തീർത്തും നിരപരാധിയാണ്. ഞാൻ ഇതെല്ലാം അന്വേഷിച്ചതാണ്. കോൺഗ്രസിൽ അദ്ദേഹം സജീവമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കെ സുധാകരൻ പ്രതികരിക്കുന്നു. നമുക്കറിയാം ഈ വിഷയങ്ങളെല്ലാം ആരോപണങ്ങളെല്ലാം വന്നതിന് പിന്നാലെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാനായിട്ട് സിനിമാ നടികളായിട്ടുള്ള കുട്ടികൾ, സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നു. രാഹുലിനെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരുപാട് അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും രംഗത്തേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഒരു മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് രാഹുലിനെതിരെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ അധികാരത്തിലേക്ക് വരുന്ന അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് മിണ്ടായിരിക്കാൻ പറ്റുക? അപ്പോൾ അവർ ഡയറക്റ്റ്ലി എല്ലാം കളിക്കും. നമുക്കറിയാം പിണറായി വിജയനും അതേപോലെ തന്നെ ഈ വി ഡി സതീശനും എല്ലാം ഭയങ്കര ടൈപ്പാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിലും ഇവർ നല്ല രീതിയിൽ തന്നെ ടൈപ്പ് ആയിട്ടുണ്ട്. ചില വിഷയങ്ങളിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തോ പ്രതികരിക്കുന്നു. പ്രതിപക്ഷമല്ലേ, പ്രതികരിക്കണ്ടേ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പ്രതിഷേധിക്കുന്നതാണ്. അല്ലാതെ ഇവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇവരെല്ലാം കൈകൊടുത്ത് ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ ഈ രാഹുലിൻ്റെ വിഷയത്തിലും ഈ രീതിയിലുള്ള കളികൾ കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം ഈ വേനൽ മഴ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെ പറയുന്നത് പോലെ, ഇടവപ്പാതി വരുമ്പോൾ മാത്രം വരുന്ന ഇടിയും മഴയും പോലെയാണ് ഇലക്ഷൻ വരുമ്പോൾ വരുന്ന പ്രചാരണങ്ങളും അല്ലെങ്കിൽ അതിന് അനുബന്ധിച്ചിട്ടുള്ള സംഭവ വികാസങ്ങളും തെളിവുകളുമൊക്കെ. അപ്പോൾ അന്ന് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ സെഡ്യൂസ് ചെയ്ത, അല്ലെ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഗർഭം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർബന്ധിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ സുധാകരൻ എന്താണ് പറയുന്നത് നമുക്ക് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോവാം. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിന്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവരെ വിളിച്ചു, സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ വിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. പിന്നെന്താ സജീവാക്കണം? സജീവമായി രംഗത്ത് വരണം. കഴിവും പ്രാപ്തിയുള്ള നേതാവാണ്. ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ്. ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ്. അവനെ വേണമെന്നുള്ളതിനാണ് നമ്മുടെ സത്യമാണ്. ഇത് തന്നെയാണ് കോൺഗ്രസിലുള്ള പല ആളുകളുടെയും ബുദ്ധിമുട്ട്. അതായത് നല്ലൊരു നേതാവാണ്, ജനഹിതം അറിയുന്ന ഒരു നേതാവാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു നേതാവാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിക്കുന്ന ഒരു നേതാവാണ്, പിന്നെ കഴിവും കാലിബറും ഒക്കെ ഉള്ളൊരു നേതാവാണ്. ഇതാണ് കോൺഗ്രസിലുള്ള പല ആളുകളുടെയും, വി ഡി സതീശനെ പോലെയുള്ള എണീറ്റ് പോലും നടക്കാൻ വയ്യാത്ത ആളുകളുടെയും വിഷമം, രമേശ് ചെന്നിത്തലയൊക്കെ പോലെയുള്ളവരുടെയൊക്കെ വിഷമം അതാണ്. അതായത് ന്യൂ ബ്ലഡ് ആയിട്ടുള്ള അവർ വരണ്ട, അവർ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരണ്ട, ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ കിടന്ന് ചിരക്കല്ലേ, എന്നിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും എത്തണ്ടേ എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വൃത്തികെട്ട പരിപാടി. അതിൽ കെ സുധാകരൻ പറയുന്ന മറുപടി അല്ലെങ്കിൽ പ്രതികരണം, അത് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ പ്രതികരണമാണെന്ന് നമുക്ക് പറയാം. ഞാൻ ഒരു പാർട്ടി അംഗീകരിക്കുന്ന ആളല്ല, പക്ഷേ കൊള്ളരുതായ്മകൾ എവിടെ കാണുന്നു അവിടെ നമ്മൾ പ്രതികരിച്ചേ ആവണം. അതുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ബാക്കിയൊന്ന് കേട്ട് നോക്കാം. എനിക്കതറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ, അവൻ തന്നെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. നിൽക്കുന്നേ രാഹുൽ മാങ്കൂട്ടത്തിനെ സജീവമാക്കണമെന്നും മറ്റു നേതാക്കൾ പറയാത്തതൊരു പ്രശ്നമാണോ? ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടം സജീവമാകണമെന്ന് പറയുന്നില്ല, മാറ്റി നിർത്തുന്ന രീതിയിലാണ് പറയുന്നത്. അവരെ നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റവർക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവാം. എന്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കണ്ടില്ലേ അയാൾ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ പറയുന്നത് എത്രയോ ശ്രദ്ധേയമായ, അല്ലെങ്കിൽ എത്രയോ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പാർട്ടിയിലുള്ള പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവാം. എന്നാൽ എൻ്റെ അഭിപ്രായം അയാളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ പോകണം. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ പ്രയത്നിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ, ജനങ്ങൾ ഇത്രയേറെ ആരാധിക്കുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അതിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കുമില്ല. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വരുന്നത് കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ സഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വിഷയങ്ങളിൽ നമുക്കറിയാം, തുടക്കം മുതൽ അന്നും ഇന്നും എന്നും എപ്പോഴും ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഈശ്വർ. ആ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. രാഹുൽ ഈശ്വർ പറയുന്നത് ഈ പെൺകുട്ടി, അതായത് ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ആദ്യം ഇട്ട വോയിസിനെ പറ്റിയും പിന്നീട് ഇട്ട വോയിസിനെ പറ്റിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തെ തെറ്റെന്താണ്, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മുടെ ഈ രാഹുൽ ഈശ്വർ പറയുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അയ്യോ മൈ ഗോഡ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ വീഡിയോ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ 2-3 മാധ്യമങ്ങൾ എന്നെ വിളിച്ചിറക്കി ഇതിന്റെ മറുപടി മേടിച്ചു. എന്റെ ദൈവമേ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന പുതിയ വീഡിയോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭത്തിന് നിർബന്ധിച്ചു. എന്തോന്ന്? മുമ്പ് ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചു എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഓഡിയോ. ഗർഭത്തിന് നിർബന്ധിച്ചു. ഇത് ഒരു പ്രമുഖ ചാനലിന്റെ പേര് പറഞ്ഞല്ലോ, ന്യൂസ് 18ന്റെ തമ്പനയിലാണ്. മാർച്ചിൽ എല്ലാ ദിവസവും എല്ലാ ഡേയ്സും ചെയ്യാം, നീ പ്രഗ്നന്റ് ആകാൻ റെഡി ആയിക്കോ. ചാറ്റുകൾ പുറത്ത്, രാഹുലിനെതിരെ ഞെട്ടിക്കുന്ന രേഖകൾ. രാഹുലിനെ പോലീസ് ഇപ്പൊ അറസ്റ്റ് ചെയ്തൊക്കെ പറയുകയാണ്. 2 പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. ഒന്ന്,
ഇത് ഇലക്ഷൻ കാലത്ത് വരുന്നത് എന്തിനാണ് എന്ന് എല്ലാവർക്കും അറിയില്ലേ? രാഹുൽ വീണ്ടും പാലക്കാട് സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് രാഹുൽ വരുന്ന പരിപാടിക്ക് ആളുകൾ ഓടിക്കൂടുന്നു. എല്ലാവരും രാഹുലിനെ കാര്യമായിട്ട് സ്വീകരിക്കുന്നു, വരവേൽക്കുന്നു. സിനിമാ താരങ്ങളടക്കം രാഹുലിനെ എൻഡോസ് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ ആവുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കരിവാരി തേക്കാൻ വീണ്ടും ഒരു പഴയ ഓഡിയോ കൊണ്ടുവന്നതല്ലേ? അപ്പൊ അത് സംഭവമൊന്നുമില്ല, സംശയമൊന്നുമില്ല. ഇലക്ഷന്റെ സമയത്ത് ഈ നമ്പർ ഇടുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? ആരെ പറ്റിക്കാനാണ് നോക്കുന്നത്? ഇനി രണ്ട്, അതിനേക്കാൾ പ്രധാനം ഈ ഓഡിയോ കേൾക്കേണ്ടതാണ്. ഈ ഓഡിയോ കേൾക്കുമ്പോൾ രാഹുൽ നിരപരാധിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വരും. ഓർക്കുക, പണ്ട് മീഡിയക്കാർ പറഞ്ഞത് രാഹുൽ ഗർഭഛിദ്രത്തിന് അബോർട്ട് ചെയ്യാൻ നിർബന്ധിച്ചു എന്നാണ്. ഇപ്പോഴത്തെ എന്താ പറയുക, രാഹുൽ പ്രഗ്നന്റ് ആകാൻ നിർബന്ധിച്ചു എന്നാണ്. നമുക്ക് ഈ ഓഡിയോ ഒന്ന് സൂക്ഷ്മമായി കേൾക്കാം. രാഹുൽ കൂടുതൽ നിരപരാധിയാണ് എന്ന് വെളിയിൽ വരുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ഓഡിയോ. ഇത് പുറത്തുവിട്ടവർ ആരാണെങ്കിലും അവര് ഈ ദിവസങ്ങൾ കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാകും. രാഹുലിന്റെ ഭാഗത്താണ് നീതിയും ന്യായവും നിയമവും ധർമ്മവും എന്ന് എക്സാക്ട്ലി തെളിയിക്കുന്ന ഓഡിയോ ആണ്. നമുക്ക് ഓരോ വാക്കുകളായിട്ട് അനലൈസ് ചെയ്യാം. എന്തായാലും ഇത് രാഹുലിന് ഗുണം ചെയ്യും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം രാഹുലിന്റെ ഭാഗത്താണ് ന്യായം എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോ നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ആദ്യം തന്നെ പ്ലാൻ രാഹുലിന്റേത് കേട്ടാ തോന്നും വലിയ ഗൂഢാലോചനയാണ്, മറ്റേ അമേരിക്കയിലേക്ക് ന്യൂക്ലിയർ വെപ്പൺ അയക്കാനാകുന്നത്. രാഹുൽ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയോട് കുട്ടി വേണോന്ന് പറയുകയാണ്. ഇത് കൊടുക്കുന്ന സഹോദരിമാര് മനസ്സിലാക്കേണ്ടതേ, ഒരുത്തന് അല്ലെങ്കിൽ ഒരു ആണിന് ഒരു പെണ്ണിനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്, പരസ്പരം കുടുംബം തുടങ്ങണമെന്നുള്ളതുകൊണ്ടാണ് കുട്ടി വേണോന്ന് പറയുന്നത്. സെക്സ് മാത്രമാണെങ്കിൽ അവൻ അത് കഴിഞ്ഞ് തടി തപ്പിട്ടങ്ങ് പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ബന്ധവും ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് ആ പെൺകുട്ടിയോട് 100% ഐക്യദാർഢ്യമാണ് കേട്ടോ. ആ സഹോദരി ഇത് കേൾക്കുകയാണെങ്കിൽ സഹോദരിയോടൊപ്പമാണ്. നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, ഡിവോഴ്സോ സ്പ്ലിറ്റോ ബ്രേക്കപ്പോ ഉണ്ടായി, അതിൽ വിഷമമുണ്ട്. ഒരു കാലത്ത് നിങ്ങളുടെ ഇടയിൽ, രാഹുലിന്റെയും ഈ പെൺകുട്ടിയുടെ ഇടയിൽ നല്ല ബന്ധം നിലനിന്നിരുന്നു. അപ്പൊ അതിന് താങ്കളെ ബഹുമാനിക്കുന്നു. അപ്പോൾ അതിനുശേഷം ദൗർഭാഗ്യവശാൽ സ്പ്ലിറ്റ് ഉണ്ടായി, അതിന് വിഷമമുണ്ട്. എല്ലാ ബന്ധങ്ങളും തകരുമ്പോൾ നമുക്ക് വേദനയും വിഷമവുമാണ് വേണ്ടത്. അപ്പോ എന്താണ് ആ ഓഡിയോ എന്ന് നമുക്ക് കേൾക്കാം. കുഞ്ഞ് വേണം, രാഹുലിന്റെ തമാശ ഒന്നും അങ്ങനെ, കുഞ്ഞ് വേണമെന്ന് നിർബന്ധം പിടിച്ചത് രാഹുൽ. മുമ്പ് പറഞ്ഞിരുന്നത് എന്താ അറിയോ, മീഡിയക്കാര് ഗർഭഛിദ്രം നടത്തണമെന്ന് നിർബന്ധം പിടിച്ചത് രാഹുൽ. മുമ്പ് പറഞ്ഞിരുന്നത് അബോർട്ട് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച രാഹുൽ. ഇപ്പം പറയുന്നത് ഗർഭം വേണമെന്ന് നിർബന്ധം പിടിച്ച രാഹുൽ. കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധം പിടിച്ചു. എന്റെ പൊന്നു ചേട്ടാ, ഒരാണൊരു പെണ്ണിനോട് ലൈംഗികത, സെക്സ് ആകാം എന്ന് പറയുന്നത് അവളിലുള്ള ആകർഷണവും താല്പര്യവും സെക്സിനോടുള്ള താല്പര്യവും കൊണ്ടായിരിക്കും. ഒരാണ് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കൊരു കുടുംബം തുടങ്ങണമെന്നും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും പരസ്പരം യോജിപ്പാണെന്നുമാണ്. ഇത് മനസ്സിലാക്കാനുള്ള, നമ്മുടെ നാട്ടിൽ കെട്ടിക്കുട്ടിയായിട്ടൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് മനസ്സിലാക്കാൻ വിവരമുള്ളവരുണ്ടാവും. എന്തായാലും ആ ഓഡിയോ കേൾക്കണം, പ്രസക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും ഇത് രാഹുലിന് അനുകൂലമാണ്. ഗർഭിണിയായ പെൺകുട്ടിയും രാഹുൽ സംസാരിക്കുന്നതാണ് ഉള്ളടക്കം. അബോർഷൻ ചെയ്യാൻ രാഹുൽ നിർബന്ധിക്കുന്നതും പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നതും ഓഡിയോ. ചീത്ത വിളിക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് കരയുന്ന ഡോക്ടർ, എനിക്ക് പേരുണ്ട് എനിക്ക് ആകെ വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ത് ഡ്രാമാന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എന്റെ അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ കഴിക്കാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിക്ക് അങ്ങനെ വിഷമമുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ് കേട്ടോ. അതായത് പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും സെൻസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അതായത് ഗർഭം പോലെ, കുട്ടി പോലെ, ഭാവി പോലെ, ലൈംഗികത പോലെ, പ്രണയം പോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആൺ പെൺ മനസ്സുകളുടെ വ്യത്യാസം അറിഞ്ഞിരിക്കണം. ആൺകുട്ടി സംസാരിക്കുമ്പോൾ കുറെ കൂടെ സെൻസിറ്റീവ് ആകണം, പെൺകുട്ടി ആൺകുട്ടിയോട് പറയുമ്പോൾ കുറെ കൂടെ അക്കോമഡേറ്റീവ് ആകണം. ആൺകുട്ടിക്ക് അത് വലിയൊരു തത്വമാണ്. അത് നമുക്ക് ഈ വീഡിയോ വെച്ച് തന്നെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ആണും പെണ്ണും തമ്മിൽ ഇമോഷൻ, വൈകാരികതയെ, ലൈംഗികതയെ, കുട്ടികളെ കാണുന്ന രീതി വേറെയാണ്. ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ആ പെൺകുട്ടി അത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ എന്താ അറിയാമോ, ആ പെൺ മനസ്സിന്റെ വികാരങ്ങൾ പറയുകയാണ്. കണ്ടില്ല, ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി രാഹുൽ ഈശ്വർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടന്നിരിക്കുന്നതെന്ന്. അത് ഈ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ആ സമയത്ത് അവർ തമ്മിലുള്ള ചാറ്റുകളും ആ സമയത്ത് അവർ തമ്മിലുള്ള സംസാര രീതികളും ഒക്കെയാണ് ഇവരെടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ആരാണ്? മാധ്യമങ്ങൾ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടിയുടെ അടുത്തൊരു പുരുഷൻ നമുക്ക് തമ്മിൽ സെക്സിൽ ഏർപ്പെടാമെന്ന് പറയുന്ന അവൻ അവരോടുള്ള അവളുടെ ശരീരത്തിനോടുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും. എന്നാൽ ആ പെൺകുട്ടിയോട് ഒരു കുഞ്ഞ് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുടുംബമായിട്ട് ജീവിക്കണം. അത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ, ഒരു ശരീരത്തിനോടുള്ള അട്രാക്ഷൻ മാത്രമല്ല, ഒരു കുടുംബമായിട്ട് അവർക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കുമെന്നാണ്. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അവർ സ്നേഹിച്ചിരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നു. ഇവർ തമ്മിൽ പിന്നീട് എന്തോ പരസ്പര ബുദ്ധിമുട്ടുണ്ടായാലും പരസ്പരം എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പിരിയുന്നു. ആ പിരിഞ്ഞതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയെ ഒരു ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ട് BJP വേടനെതിരെ കളിച്ച കളികൾ പോലെ കോൺഗ്രസിലുള്ള ആളുകൾ കൂട്ടുനിന്നുകൊണ്ട് തന്നെ മാമാപ്പണി ചെയ്തുകൊണ്ട് തന്നെയും BJP
പിയുടെയും കമ്മ്യൂണിസ്റ്റിന്റെയും എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളിക്കുന്ന ഒരു കളി മാത്രമാണിത്. അങ്ങനെ കാണാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. ആ സമയത്ത് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു, പെൺകുട്ടിക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ, ഇരയോടൊപ്പം തന്നെയാണ് ഞങ്ങൾ. പക്ഷേ സ്നേഹിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ പിന്നീട് വന്നിട്ട് ഈ ഒരു പരാമർശമായിട്ട് വരരുതെന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ എതിർക്കുന്നില്ല, രാഹുൽ ഇതിനെ ശരിവെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് അവർ സ്നേഹിച്ചിരുന്ന സമയത്ത് നടന്ന കാര്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്തുകൊണ്ട് ഈ പെൺകുട്ടി പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല? മാധ്യമങ്ങളാണോ ഈ നാട്ടിലെ കോടതി? ഈ മാധ്യമങ്ങൾ തീരുമാനിക്കുന്നതാണോ വിധി? ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചിന്താഗതികളും. അല്ലെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കെല്ലാം ചിന്തിക്കാം എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. ഈ പെൺകുട്ടി ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കഴമ്പുണ്ട്. പരാതിയുമായിട്ട് പോകാത്ത പക്ഷം ഇതിലെന്താണ് കഴമ്പുള്ളത്? ആരോ എന്തോ പറയുന്നത് അത് കേട്ടുകൊണ്ട് ചാടിക്കളിക്കട കുഞ്ഞിരാമ, ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലിൻ കഷ്ണം കണ്ട പട്ടിയുടെ കൂട്ട് ഓടി നടക്കുകയാണ്. അത് കണ്ടിട്ട് BJP-യിലുള്ളതും കോൺഗ്രസിലുള്ളതും കമ്മ്യൂണിസ്റ്റിലുള്ളതുമായിട്ടുള്ള ആളുകൾ പല പ്രചാരണങ്ങളും പല വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടുവളപ്പിലേക്ക്, രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ! ഈ വിഷയങ്ങൾ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും എപ്പോഴും എല്ലാം ആണുങ്ങൾക്കൊപ്പം, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഈ പറയുന്ന ഇരകൾക്കൊപ്പം എന്ന് പറയുന്നത് പോലെ ഇരയാക്കപ്പെട്ട വ്യക്തിക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന കെ സുധാകരനെ പോലെയുള്ള, അല്ലെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അവസ്ഥ മനസ്സിലാക്കി എന്താണ് സത്യം എന്നുള്ളത് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ 10 പേര് നമ്മളെ കുറ്റം പറഞ്ഞാലും ഒരാൾ ചേർത്ത് പിടിക്കാൻ ഉണ്ടായാൽ മതി. ആ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ജീവിക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിന് കുറച്ചുകൂടി ഒരു കളറുണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഈശ്വറിന്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ പിന്തുണയുമായിട്ട് തന്നെയാണ് കെ സുധാകരനും രാഹുൽ ഈശ്വറും മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളും അങ്ങനെ തന്നെ ഉണ്ടാവും. തെറ്റുകാരനാണെങ്കിൽ അയാളെ തെറ്റ് പറയാനും, അയാളുടെ ഭാഗത്ത് മോശമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കാനും ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. ഇത് വെറുതെ ഒരു രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട്, അല്ലെ രാഷ്ട്രീയത്തിലുള്ള അവൻ്റെ ഒരു കഴിവിനെ അടിച്ചമർത്തി കളയുക, അതിൽ കൂടി ഞങ്ങൾ വളർന്നു വരണം, അവനുണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം, അങ്ങനെയുള്ള ചിന്താഗതികളും ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ BJP-യും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഇവിടെ കോൺഗ്രസ് വേണ്ട എന്നുള്ളൊരു കളി കളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കളിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണ്. അതിൽ ബലിയാടായി പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള പാവം പിടിച്ച മനുഷ്യന്മാരാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.